വിശാരദ ഉത്തരാർദ്ധ സൂര്യോദയ് എന്ന നാടകത്തിൻ്റെ സാരാംശമാണ് പറയുന്നത്. ആദ്യം നാടകത്തിൻ്റെ ആമുഖം. കലയുടെ ആദർശം ഏറ്റവും മഹത്തായതും ഉന്നതവുമാണ്. കലയ്ക്ക് വിലയിടുക എന്നത് കലയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ശരിയായ കലാകാരൻ ഭൂമിയിലെ ഈശ്വരൻ്റെ രചനാത്മകമായ പ്രതിനിധിയാണ്. ഈശ്വരൻ നിർമ്മിച്ച ഈ ലോകത്തെ പുനർനിർമ്മിക്കുവാൻ കഴിയുന്നവൻ ആരാണോ അവനാണ് കലാകാരൻ. കലയുടെ ദിവ്യമായ ഈ കഠിന ആദർശം ശക്തമായ രാജ്യാധികാരത്തോട് ഏറ്റുമുട്ടുന്നു. അവസാനം കലയുടെ ഉന്നതമായ ആദർശത്തിന് മുന്നിൽ രാജ്യാധികാരത്തിന് തലകുനിക്കേണ്ടി വരുന്നു. സ്വയം ഈശ്വരനെന്ന് കരുതുന്ന ചക്രവർത്തി മനുഷ്യനായി കലാകാരനോട് ക്ഷമയാചിക്കുന്നു. ശ്രീ കമലാകാന്ത് വർമ്മ എഴുതിയതാണ് സൂര്യോദയ എന്ന ഈ നാടകം. അതിലെ കഥാപാത്രങ്ങൾ: നിർഝരിണി ഒരു നർത്തകിയാണ്. മഞ്ജരി നർത്തകിയായ നിർഝരിണിയുടെ കൂട്ടുകാരി. സമുദ്രഗുപ്തൻ ഭാരതത്തിൻ്റെ ചക്രവർത്തി. ചന്ദ്രസേനൻ സാമ്രാട്ടിൻ്റെ സാമന്തൻ. ആചാര്യ ശശാങ്ക് പ്രസിദ്ധനായ ഒരു കലാകാരൻ. ജലധർ ആചാര്യ ശശാങ്കൻ്റെ സാഥി. ഇത്രയും പേരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. സൂര്യോദയ ഏകാംഗിക സാരാംശ്. ആദ്യം नाटककार का परिचय। श्री कमलाकांत वर्मा एक ऊंचे दर्जे के चिंतक एवं लेखक है. ശ്രീ കമലാകാന്ത് വർമ്മ ഉന്നതമായ നിരയിലുള്ള ഒരു ചിന്തകനും അതുപോലെ ലേഖകനുമാണ്. उनकी रचनाओं में कल्पना और भावुकता का सुंदर समन्वय दिखाई देता है. അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൽപ്പനയുടെയും ഭാവുകതയുടെയും സുന്ദരമായ സമന്വയം കാണപ്പെടുന്നു. प्रस्तुत एकांकी सूर्योदय में लेखक ने कला का शीर्षस्थ स्थान प्रतिपादित किया है. പ്രസ്തുത നാടകമായ സൂര്യോദയത്തിൽ ലേഖകൻ കലയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനമെന്തെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. കല ഏക് അലൗകിക് ചീസ് ഹെ. കല എന്ന് പറയുന്നത് അലൗകികമായ ഒരു വസ്തുവാണ്. ഉസ്കാ ബെഡ ഉദാത്ത സ്ഥാൻ ഹൃദയ ഹെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സ്ഥാനം എന്നത് ഹൃദയമാണ്. ഇസ്ലിയെ ഉസ്കാ മൂല്യ നഹി ഹോത്ത. അതുകൊണ്ട് തന്നെ അതിന് മൂല്യമില്ല. ബെഡെ ബെഡെ ഐശ്വര്യശാലി സാമ്രാട്ട് ഭി കലാക്കോ നഹി ഖരീദ് സക്തെ. വലിയ വലിയ ഐശ്വര്യശാലികളായ ചക്രവർത്തിമാർക്ക് പോലും കലയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. കലാകാർ അപ്പിനി കലാക്കെ ആദർശിക്കെ സമ്മുഖ അപ്പനെ അസ്തിത്വ കാ ഭി ത്യാഗ കർത്താ ഹെ. കലാകാരൻ തൻ്റെ കലയുടെ ആദർശത്തിന് മുൻപിൽ തൻ്റെ അസ്തിത്വം പോലും ത്യജിക്കുന്നു. ഏകാംഗിക സാരാംശ. इसकी कथावस्तु आर्यावर्त पर सम्राट समुद्रगुप्त नामक कलाप्रिय राजा के शासनकाल की है. ഇതിൻ്റെ കഥാവസ്തു ആര്യാവർത്തത്തിലെ ചക്രവർത്തിയായ സമുദ്രഗുപ്തൻ എന്നു പേരായ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലേതാണ്. ഉൻകി രാജ്യസഭ ലക്ഷ്മി അവർ സരസ്വതിക്ക് വരദാനോം സെ ഭരി ഹുയി थी. അദ്ദേഹത്തിൻ്റെ രാജ്യസഭ ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും വരദാനങ്ങളാൽ സമ്പന്നമായിരുന്നു. അതായത് കലാകാരന്മാരും അതുപോലെ സമ്പത്തും ഒരുപാടുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സാമ്രാട്ട് സമുദ്രഗുപ്തക്കെ സമയമേ കലാരൂപി കൽപ്പവൃക്ഷ ഖൂബ് ഫൂലിനെ അവർ ഫലനെ ലഗ. സാമ്രാട്ട് സമുദ്രഗുപ്തൻ്റെ കാലഘട്ടത്തിൽ കലയാകുന്ന കൽപ്പവൃക്ഷം നന്നായി പൂക്കാനും കായ്ക്കാനും തുടങ്ങി. അതായത് കലാകാരന്മാരുടെ സുവർണ കാലഘട്ടമായിരുന്നു. ഭാരതീയ ലളിത കലാവോങ്ക വഹ സ്വർണ്ണയുഗത. ഭാരതീയ ലളിത കലകളുടെ സ്വർണ്ണയുഗമായിരുന്നു ആ കാലഘട്ടം. सम्राट समुद्रगुप्त ने निर्झरिणी नामक एक प्रसिद्ध नर्तकी को अपनी सभा की प्रधान नर्तकी के रूप में निर्वचित किया. सम्राट സമുദ്രഗുപ്തൻ നിർഝരിണി എന്നു പേരായ ഒരു പ്രസിദ്ധ നർത്തകിയെ തൻ്റെ സഭയിലെ പ്രധാന നർത്തകിയായി പ്രഖ്യാപിച്ചു. समुद्रगुप्त के सभारत्न बनना महत्वपूर्ण और सौभाग्यपूर्ण विषय माना जाता था. സമുദ്രഗുപ്തൻ്റെ സഭയിലെ സഭാരത്നമാവുക എന്നത് മഹത്വപൂർണവും സൗഭാഗ്യപൂർണവുമായ ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത്. ഐസി പദവി പാക്കർ കലാകാർ അപ്പനെ ആപ്കോ ധന്യ സമുച്ചിതേത്. അങ്ങനെ ഒരു പദവി ലഭിച്ച കലാകാരൻ താൻ സ്വയം ധന്യനാണെന്ന് കരുതിയിരുന്നു. निर्झरिणी की दृष्टि में उसको मिला हुआ सम्मान सच्चे अर्थ में सम्मान नहीं था, परंतु वह कला का अनादर था. നിർഝരിണിയുടെ കാഴ്ചപ്പാടിൽ അവൾക്ക് ലഭിച്ച കലയുടെ ആദരവ് എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ കലയുടെ ആദരവായിരുന്നില്ല, പകരം ആ കലയോടുള്ള അനാദരവായിരുന്നു. വഹ് അപ്നി സഖി മഞ്ജരി സെ कहते हैं. അവൾ തൻ്റെ സഖിയായ മഞ്ജരിയോട് പറയുന്നു, രത്ന ബനാക്കർ ആജ് സൻസാർ മുझे ഖരീദനാ ചാഹത്താ ഹെ.
രത്നമാക്കിക്കൊണ്ട് ലോകം എന്നെ ഇന്ന് വിലയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. फिर भी निर्जरनी ने चंद्रसेन के अनुरोध में സഭാരത്ന ബെന്നയ്ക്ക് अपनी സഹമതി दे दी. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ചന്ദ്രസേനൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സഭാരത്നമാകാനുള്ള അനുമതി निर्जरनी കൊടുക്കുന്നു. तदनंतर चंद्रसेन ने यह कहकर वहां से विदा लेके पूर्णिमा के दिन राज्यसभा में उपस्थित होकर सम्राट का उपहार ग्रहण करना होगा. उसी रात्रि को राज्यसभा में उसकी कला का प्रदर्शन होगा. വരുന്ന പൂർണിമ ദിവസം രാജസഭയിൽ വന്നുകൊണ്ട് ചക്രവർത്തിയുടെ ഉപഹാരം സ്വീകരിക്കണമെന്ന് നിർജ്ജരണിയോട് പറയുന്നു. ആ രാത്രി തന്നെ രാജ്യസഭയിൽ അവളുടെ ആദ്യത്തെ കലാപ്രദർശനം ഉണ്ടാകും എന്നും ചന്ദ്രസേനൻ അവളോട് പറഞ്ഞിട്ട് പോകുന്നു. ആചാര്യ ശശാങ്ക് സമുദ്രഗുപ്ത കെ സമയ കെ ഏക് പ്രസിദ്ധ വാദ്യ കലാകാർ थे. ആചാര്യ ശശാങ്കൻ സമുദ്രഗുപ്തൻ്റെ കാലഘട്ടത്തിലെ പ്രസിദ്ധനായൊരു വാദ്യ കലാകാരനായിരുന്നു. മൃദംഗവാദന്മേ വേ നിഷ്ണാത് थे. മൃദംഗവാദനത്തിൽ അതിനിപുണനായിരുന്നു അദ്ദേഹം. വേ അച്ഛേ ഗായക് ഭീ थे. അദ്ദേഹം നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു. उनके विचार में ईश्वर के निर्माण किए हुए विश्व का जो पुनर्निर्माण कर सके वही कलाकार है. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈശ്വരൻ നിർമ്മിച്ച ഈ ലോകത്തെ പുനർനിർമ്മിക്കാൻ ആർക്കാണോ കഴിയുന്നത് അവനാണ് കലാകാരൻ. കലാക്കി സാധന ഈശ്വർക്ക് ചരം ആരാധന ഹേ. കലാസാധന എന്നത് ഈശ്വരൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ്. യഹി നഹി ഉൻകെ വിചാരവുമേ കലാകാർക്ക സമാജമേ ബഡ മഹത്വപൂർണ്ണ സ്ഥാൻ ഹേ. ഇത്ര മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കലാകാരന് സമൂഹത്തിൽ വളരെ വലിയ സ്ഥാനമുണ്ട്, മഹത്വപൂർണമായ സ്ഥാനമുണ്ട്. കലാകാർ കെ ജീവൻ കാ മുഖ്യ ഔചിത്യ മാനവതാ കോ വാസ്തവിക ഈശ്വര ദർശൻ കെ മാർഗ് പർ ഖീഞ്ച് ലാനാ ഹേ. കലാകാരൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യമെന്നത് മാനവികതയെ വാസ്തവികമായി ഈശ്വര ദർശനത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. വേ ഭി നിർജ്ജരണിക്ക് സമ്മാൻകോ കലാക്ക അപമാൻ സമുച്ചതേത്. അദ്ദേഹവും നിർജ്ജരണിക്ക് ലഭിച്ച ബഹുമതിയെ കലയുടെ അപമാനമായിട്ടാണ് കരുതിയിരുന്നത്. സാമ്രാട്ട് സമുദ്രഗുപ്തിനെ अपने सामंत चंद्रसेन को ആചാര്യ ശശാങ്ക് കെ യഹാ ഭേജ. സാമ്രാട്ട് സമുദ്രഗുപ്തൻ തൻ്റെ സാമന്തനായ ചന്ദ്രസേനനെ ആചാര്യ ശശാങ്കൻ്റെ അടുത്തേക്ക് അയക്കുന്നു. സാമ്രാട്ട് കാ സന്ദേശ് സുൻകർ ആചാര്യ ശശാങ്ക് അത്യന്ത അപ്രസന്ന ഹുവേ. സാമ്രാട്ടിൻ്റെ സന്ദേശം കേട്ട ആചാര്യ ശശാങ്കൻ വളരെയേറെ അപ്രസന്നനാകുന്നു, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. क्योंकि कला की साधना उनके लिए तपस्या थी और उसका प्रदर्शन किसी के मनोविनोद के लिए करना नहीं चाहते थे. കാരണം എന്തെന്നാൽ കലാസാധന എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തപസ്യയായിരുന്നു. അതുപോലെ ആ കലയുടെ പ്രദർശനം ആരുടെയെങ്കിലും മനോവിനോദത്തിന് വേണ്ടി ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല, ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉൻകി ദൃഷ്ടി മേ രത്ന അവർ വേശ്യ ദോനോം ശായദ് പര്യായവാചി ഹേ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ രത്നം, വേശ്യ ഇത് രണ്ടും ഒരുപക്ഷെ പര്യായവാചിയായ വാക്കുകളാണ്. इसलिए समाज सम्मान को तिरस्कृत करते हुए उन्होंने स्पष्ट रूप में चंद्रसेन से कहा. अपने जीवन में सम्राट की राज्यसभा का रत्न बनने से बैठकर दूसरा अपमान शशांक कोई नहीं मानता. അതായത് തനിക്ക് ലഭിച്ച ആ രാജബഹുമതി തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ചന്ദ്രസേനോട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ചക്രവർത്തിയുടെ രാജസഭയിലെ രത്നമാകുന്നതിനേക്കാൾ വലിയ മറ്റൊരു അപമാനമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനം എന്നത് ചക്രവർത്തിയുടെ രാജസഭയിലെ രത്നമായി തീരുക എന്നതാണ്. स्फटिक निर्मित विशाल मंडप में रत्नालंकृत स्वर्ण सिंहासन पर सम्राट समुद्रगुप्त और आसनों पर सभासद बैठे हुए थे. സ്ഫടിക നിർമ്മിതമായ വിശാലമായ മണ്ഡപത്തിലെ രത്നാലങ്കൃതമായ സ്വർണ്ണ സിംഹാസനത്തിൽ ചക്രവർത്തിയായ സമുദ്രഗുപ്തനും മറ്റ് ഇരിപ്പിടങ്ങളിൽ സഭാംഗങ്ങളും ഇരിക്കുന്നുണ്ടായിരുന്നു. ഉൻകെ സമ്മുഖ രാജനർത്തകി നിർജ്ജരണീനെ അപ്പനെ നൃത്യക്കാ പ്രദർശൻ കിയ. അവരുടെ മുൻപിൽ രാജനർത്തകിയായ നിർജ്ജരണി തൻ്റെ നൃത്തം പ്രദർശിപ്പിച്ചു. നർത്തകിക്ക് അപൂർവ കലാഭംഗിമാവോം സെ സാമ്രാട്ട് അത്യന്ത പ്രസന്ന ഹുവേ. നർത്തകിയുടെ അപൂർവമായ കലാഭംഗിയിൽ ചക്രവർത്തി വളരെയേറെ പ്രസന്നനായി. अपनी हार्दिक प्रसन्नता का प्रदर्शन करते हुए बहुमूल्य मौक्तिक माला भेंट के रूप में समर्पित कर दी.
തൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം പ്രകടമാക്കിക്കൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി, തൻ്റെ പ്രസന്നത പ്രകടമാക്കുന്നതിന് വേണ്ടി വളരെ വില പിടിച്ച ഒരു മുത്തിൻ്റെ മാല കാഴ്ച വസ്തുവായി സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ സമ്മാനമായി കൊടുക്കുന്നു. इसी समय चंद्रसेन सम्राट के सम्मुख आया और यह संदेश सुनाया कि आचार्य शशांक ने राज्यसभा का रत्न बनना अस्वीकार कर दिया है. ഈ സമയത്ത് ചന്ദ്രസേനൻ ചക്രവർത്തിയുടെ അടുത്ത് വന്നു. എന്നിട്ട് ആചാര്യ ശശാങ്കൻ രാജ്യസഭയിലെ രത്നമാകുന്നത് നിരസിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിയിക്കുന്നു. राजाज्ञा के अनुसार आचार्य शशांक राज्यसभा में उपस्थित किए गए. രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് ആചാര്യ ശശാങ്കനെ രാജ്യസഭയിൽ ഹാജരാക്കപ്പെട്ടു. भरी सभा में उन्होंने फिर एक बार राजसम्मान को तिरस्कृत कर दिया. ആ നിറഞ്ഞ സഭയിൽ വെച്ച് ആചാര്യ ശശാങ്കൻ ഒരിക്കൽ കൂടി രാജ്യബഹുമതി തിരസ്കരിച്ചു. സാമ്രാട്ടിനെ ഉന്നെ ധമകായ അവർ പ്രാൺദണ്ഡ് കാ ഭയ ഭി ദിഖായ लेकिन ആചാര്യ ശശാങ്ക് ഡസ് സെ മസ് നഹി ഹുവേ. ചക്രവർത്തി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, ജീവൻ അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭയപ്പെടുത്തി. ആചാര്യ ശശാങ്കൻ അണുവിട പോലും വ്യതിചലിച്ചില്ല, അതായത് തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. അപ്പനെ ഊഞ്ചെ ആദർശത്തെ അടിങ്കരഹെ, തൻ്റെ ഉന്നതമായ ആദർശത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതായത് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒക്കെ നോക്കി, എന്നാൽ അദ്ദേഹം തൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഉന്നോനെ രാജാജ്ഞാക്കോ സ്പഷ്ട രൂപ സെ തിരസ്കൃത് കർ ദിയ. അദ്ദേഹം രാജാവിൻ്റെ ആജ്ഞയെ സ്പഷ്ടമായ രൂപത്തിൽ തിരസ്കരിച്ചു. സാമ്രാട്ട് കാ തേവർ ചട അവർ ഉന്നോനെ അപ്പനി ദണ്ഡാജ്ഞ സുനായി. സാമ്രാട്ടിൻ്റെ പുരുക്കം ചൊളിഞ്ഞു, ശിക്ഷ വിധിച്ചു. कल सूर्योदय से पूर्व आचार्य शशांक पर्वत के सर्वोच्च शिखर पर से नदी में फेंक दिया जाएगा. അതായത് ശിക്ഷ ഇതായിരുന്നു: നാളെ സൂര്യോദയത്തിന് മുമ്പ് ആചാര്യ ശശാങ്കനെ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ കൊടുമുടിയിൽ നിന്നും താഴെയുള്ള നദിയിലേക്ക് എറിയും. രാജാജ്ഞ സുൻകർ ആചാര്യ ശശാങ്ക് മുസ്കുരായെ അവർ ഊഞ്ചേ സ്വർമേ പോലെ. രാജാവിൻ്റെ ആജ്ഞ കേട്ട ആചാര്യ ശശാങ്കൻ പുഞ്ചിരിച്ചു. എന്നിട്ട് ഉന്നതമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: पर्वत के सर्वोच्च शिखर पर से मैं अपने विश्वास की जय घोषणा कर सकूँगा. പർവ്വതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ കൊടുമുടിയിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ വിശ്വാസത്തിൻ്റെ ജയപ്രഖ്യാപനം നടത്താൻ കഴിയും. മുझे इसका संतोष ही नहीं उल्लास भी है. എനിക്ക് ഈ കാര്യത്തിൽ സന്തോഷം മാത്രമല്ല, ഉത്സാഹം കൂടിയുണ്ട്. इधर निर्जरनी आचार्य शशांक के व्यवहार से अत्यंत प्रभावित हुई. അവർ इसका ഹൃദയ കുച്ച് പരിവർത്തിത് ഹോനെ ലഗ. അവളുടെ ചിന്തയിൽ മാറ്റമുണ്ടാവാൻ തുടങ്ങി. രാജാജ്ഞ സുൻകർ വഹ് അർത്ഥമൂർച്ഛിത് സി ഹോ ഗയി. രാജാവിൻ്റെ ആജ്ഞ കേട്ട അവൾ പാതി ബോധം നശിച്ചവളെ പോലെയായി. തദനന്തർ വഹ് വിശ്രാം ഗൃഹമേ പഹഞ്ച് ഗയി. അതിനുശേഷം അവൾ വിശ്രമഗൃഹത്തിൽ എത്തി. നിർജരനി के हृदय पर आचार्य शशांक का अच्छा प्रभाव पड़ गया था. നിർജരണിയുടെ ഹൃദയത്തിൽ ആചാര്യ ശശാങ്കൻ്റെ പ്രഭാവം വളരെ നന്നായി പതിഞ്ഞിരുന്നു. അബു ഉസ്കെ ഹൃദയമേ ഭി സഭാരത്ന ബന്നേക്ക പശ്ചാത്താപ ഖോനെ ലഗ. ഇപ്പോൾ അവളുടെ മനസ്സിലും സഭാരത്നമായതിൽ പശ്ചാത്താപമുണ്ടാവാൻ തുടങ്ങി. സാത്ത് ഹി ആചാര്യ ശശാങ്കെ പ്രതി സമവേദന ഹോനെ ലഗി. സമവേദന അല്ലെങ്കിൽ തൻ്റേതുപോലെയുള്ള വേദന ഉണ്ടാവാൻ തുടങ്ങി. ഒരു കലാകാരനോടുള്ള സഹാനുഭൂതി ഉണ്ടാവാൻ തുടങ്ങി. അപ്പനി ഉദ്ഗാർ അപ്പനി സഖിക്ക് സമ്മുഖ യോം സുനായ. തൻ്റെ മനസ്സിലെ ചിന്തകൾ തൻ്റെ കൂട്ടുകാരിയുടെ മുൻപിൽ ഇങ്ങനെ അവൾ പറഞ്ഞു: സാമ്രാട്ടിക്ക് പ്രസന്നത മൃത്യു, സാമ്രാട്ടിൻ്റെ സന്തോഷം മരണ. മാല സിർ ചുഖായെ രഖ്നെ വാലോങ്കോ സിർ മൃത്യു സിർ ഉഠായെ രഖ്നെ വാലോങ്കോ. അതായത് തല കുനിക്കുന്നവർക്ക് മാലയും തല ഉയർത്തിപ്പിടിക്കുന്നവർക്ക് മരണവും. ഇതാണ് ചക്രവർത്തിയുടെ സന്തോഷം. മെയ്നെ മാല ഗ്രഹൺകി അവർ ഉസ്നെ മൃത്യു. ഞാൻ മാല സ്വീകരിച്ചു, അതായത് എൻ്റെ തല കുനിച്ചുകൊണ്ട് ഞാൻ മാല സ്വീകരിച്ചു, അദ്ദേഹം മരണവും. ഉസ് സുകുമാർ നാരിക്കെ ഹൃദയമേ സമവേദന കാ കൈസ ഭയങ്കർ തൂഫാൻ താ. ആ സുന്ദരിയായ സ്ത്രീയുടെ ഹൃദയത്തിൽ സമവേദനയുടെ എത്ര ഭയാനകമായ കൊടുങ്കാറ്റായിരുന്നു.
अंत में उसने निर्णय कर लिया कि या तो वह आचार्य शशांक के प्राण बचावेगी, नहीं तो उन्हीं के पद पर चलकर स्वयं प्राणोत्सर्ग കരകി. അവസാനം നിർജ്ജരണി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഒന്നുകിൽ ആചാര്യ ശശാങ്കൻ്റെ ജീവൻ രക്ഷിക്കും, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാർഗത്തിലൂടെ നടന്ന് തൻ്റെ ജീവനും വെടിയും. उसने अपने निश्चय के अनुरूप राज्यसभा के रत्न पद से सम्राट के यहाँ अपना त्यागपत्र भेज दिया. അവൾ തൻ്റെ തീരുമാനമനുസരിച്ച് രാജ്യസഭയിലെ രത്നം എന്ന പദം അല്ലെങ്കിൽ സഭാ നർത്തകിയായിട്ടുള്ള രത്നത്തിൻ്റെ പദവി ത്യജിച്ചുകൊണ്ടുള്ള ത്യാഗപത്രം അല്ലെങ്കിൽ രാജിക്കത്ത് രാജാവിനയച്ചു. ഫിർ നിർജ്ജരണീനെ സാമന്ത് ചന്ദ്രസേൻ കി അങ്കൂട്ടി മാങ്കിലെ. അങ്ങനെ ആ ത്യാഗപത്രം കൊടുത്തതിന് ശേഷം സാമന്ത് ചന്ദ്രസേൻ്റെ മോതിരം വാങ്ങുന്നു. निर्जरनी के इस प्रकार के व्यवहार से उसकी सखी मंजरी और चंद्रसेन अचंभित होकर उस नारी के रहस्यपूर्ण हृदय की दाह पाने में असमर्थ रह गए. നിർജ്ജരണിയുടെ ഇപ്രകാരമുള്ള പെരുമാറ്റം കണ്ട അവളുടെ കൂട്ടുകാരിയായ മഞ്ജരിക്കും സാമന്തനായ ചന്ദ്രസേനനും അത്ഭുതപ്പെട്ടു പോകുന്നു. ഒരു സ്ത്രീയുടെ രഹസ്യപൂർണമായ ഹൃദയത്തിൻ്റെ ആഴം അളക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. पर्वत शिखर के कारागृह में आचार्य शशांक कैदी के रूप में थे. പർവ്വത ശിഖരത്തിലുള്ള കാരാഗൃഹത്തിൽ ആചാര്യ ശശാങ്കൻ ഒരു തടവുകാരൻ്റെ രൂപത്തിലായിരുന്നു. നിർജ്ജരണി ചന്ദ്രസേൻ की अंगूठे की सहायता से आचार्य के पास पहुंची. നിർജ്ജരണി ചന്ദ്രസേനൻ്റെ മോതിരത്തിൻ്റെ സഹായത്തോടെ ആചാര്യൻ്റെ അടുത്തെത്തി. उनका हृदय परिवर्तित कर उन्हें बचाने का यत्न करने लगे. ആചാര്യ ശശാങ്കൻ്റെ മനസ്സ് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങി. ലേക്കിൻ ശശാങ്കിനെ സ്പഷ്ട രൂപസെ ഇൻകാർ കർ ദിയ. എന്നാൽ ശശാങ്കൻ സ്പഷ്ടമായ രൂപത്തിൽ അതിനെ തിരസ്കരിച്ചു. ഇസി സമയം സാമ്രാട്ട് സമുദ്രഗുപ്ത് വഹാം പഹുഞ്ചത്തെ ഹെ. ഇതേ സമയം സാമ്രാട്ട് സമുദ്രഗുപ്തനും അവിടെ എത്തിച്ചേരുന്നു. ആചാര്യ ശശാങ്ക് കാരാഗൃഹമേ ബൈഠക്കർ സ്വർ സാധന കർണേലകെ. ആചാര്യ ശശാങ്കൻ കാരാഗൃഹത്തിൽ കൊണ്ട് സ്വരസാധന നടത്തുകയായിരുന്നു. സംഗീത് കി സ്വരലഹരി സെ സാമ്രാട്ട് സമുദ്രഗുപ്ത് ആനന്ദ വിഭോർ ഹോ ബൈഠെ. സംഗീതത്തിൻ്റെ ആ സ്വരലഹരിയിൽ സാമ്രാട്ട് സമുദ്രഗുപ്തൻ ആനന്ദത്തിൽ ആറാടി. അവർ ഉൻകെ ഹൃദയമേ ആചാര്യക്ക് പ്രതി സച്ച അനുരാഗ് ഉൽപ്പന്ന ഹോനെ ലഗ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആചാര്യനോടുള്ള ശരിയായ അനുരാഗം ഉണ്ടായി. ഉന്നോനെ ശ്രേഷ്ഠ കലാക്കെ സമ്മുഖ അപനാ സിർ ഝുകാ ലിയ. അദ്ദേഹം ശ്രേഷ്ഠമായ കലയ്ക്ക് മുൻപിൽ തൻ്റെ ശിരസ് കുനിച്ചു. ഇസ് പ്രകാർ സാമ്രാട്ടിനെ കലാക്കെ ആകെ അപ്പനെ ഹാർ മാലി. ഇപ്രകാരം ചക്രവർത്തി കലയുടെ മുൻപിൽ തൻ്റെ പരാജയം അംഗീകരിക്കുന്നു.